ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ജനുവരി 28, 2026. ഇന്ന് ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസമായിരുന്നു. നമുക്ക് ബഡ്ജറ്റിന് മുമ്പുള്ള മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസം എന്ന് പറയാം. ഇനി വ്യാഴം, വെള്ളി, അതുപോലെ തന്നെ ഞായർ, അടുത്ത മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസം നമുക്ക് ബഡ്ജറ്റാണ്. സോ ഇന്ന് ഫെബ്രുവരി സീരീസിൻ്റെ ആദ്യത്തെ ദിവസമായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടൊരു കംബാക്കാണ് മാർക്കറ്റിൽ കണ്ടത്. ഇന്നലത്തെ എക്സ്പയറിക്ക് ശേഷം മാർക്കറ്റ് കുറച്ചുകൂടി ഒന്ന് റോൾ ഓവർ ഡാറ്റ സോഫ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ വളരെ കുറച്ച് റോൾ ഓവർ മൈൽഡായിട്ടുള്ള റോൾ ഓവർ ഡാറ്റയാണ് വന്നത്. സോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇന്നൊരു ചെറിയ പുൾ ബാക്ക് നമുക്ക് നിഫ്റ്റിയിൽ കിട്ടിയത്. 25,342 നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ ഇൻഡെക്സുകളിലും ഇന്ന് ഒരു പുൾ ബാക്ക് നമ്മൾ കണ്ടു. ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, അതുപോലെ തന്നെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, എല്ലാ ഓഹരികളിലും അല്ലെങ്കിൽ ഓഹരി ഇൻഡെക്സുകളിലും ഇന്നൊരു കംബാക്ക് കണ്ടു. FIIs ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 15-16 ദിവസമായിട്ട് നെറ്റ് ക്യാഷ് ബേസിൽ FIIs സെല് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നൊരു ബൈയിങ് പൊസിഷനിലേക്ക് FIIs മാറിയിരിക്കുന്നു. FIIs ഇന്ന് 480 കോടി രൂപയുടെ ബൈയിങ് ആണ് ക്യാഷ് മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 115ാമത്തെ ദിവസം ഇന്ന് DIS കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 3,361 കോടി രൂപയുടെ ബൈയിങ് ആണ് DISൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ഇതൊരു സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവ് ആവുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിത് റേഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അമേരിക്കൻ ഇൻഡെക്സ് ആയിട്ടുള്ള S&P 500 ഇന്നിപ്പോൾ 7,000 ടച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. സോ ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ഇതുവരെയൊക്കെ ട്രേഡ് ചെയ്യുന്നത്. ഏതായാലും ഗ്ലോബൽ ഭാഗത്തു നിന്നും സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവായിട്ടൊന്നും വന്നിട്ടില്ല. ഫെഡറൽ റിസർവിൻ്റെ വ്യാഴാഴ്ച വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിംഗ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. മിക്കവാറും റേറ്റ് അൺചേഞ്ച് ആക്കാൻ അല്ലെങ്കിൽ റേറ്റ് മാറ്റം വരുത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തലുള്ളത്. ഏതായാലും മാർക്കറ്റിൽ ഇന്നത്തെ ഒരു പുൾ ബാക്ക് എന്ന് പറയുന്നത് ബജറ്റിന് മുന്നോടിയായിട്ടുള്ള റാലിയാണ്. അതുപോലെ തന്നെ പുതിയ സീരീസാണ്. അപ്പോൾ ഒരു ഓവർസോൾഡ് മാർക്കറ്റിൽ നിന്നും നിഫ്റ്റിയുടെ RSI ഏകദേശം 30-ന് താഴെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു കംബാക്ക് എന്ന് പറയാം, നമുക്കൊരു ചെറിയ രീതിയിലുള്ളൊരു പുഷ് ബാക്ക് എന്ന് പറയാം. മാർക്കറ്റ് ഒരു കംഫർട്ടബിൾ സോണിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഡോളർ ഇൻഡെക്സ് അതിൻ്റെ 4 വർഷത്തെ ഏറ്റവും താഴത്തെ നിലവാരത്തിലേക്ക് വന്നിരിക്കുന്നു. പിന്നീട് ഇന്നലെ യൂറോപ്യൻ ഡീലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ്നെസ് ഓൾറെഡി മാർക്കറ്റിലുണ്ട്. ഇന്ന് ഡിഫൻസും PSUം ഒക്കെ തന്നെയാണ് റാലി ചെയ്തിരിക്കുന്നത്. ബജറ്റിന് മുന്നോടിയായിട്ടുള്ള ഒരു ആൻറ്റിസിപ്പേഷനാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഇന്ന് മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ എവർഗ്രീൻ സ്റ്റോക്കുകളായിട്ടുള്ള ഹിന്ദുസ്ഥാൻ കോപ്പർ, അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ്, BEL നമ്മുടെ ബഡ്ജറ്റ് പിക്കായിരുന്നു. സോ വലിയ രീതിയിൽ 415 നിലവാരത്തിൽ ഞാൻ ജനുവരി 19-നാണ് ബഡ്ജറ്റ് പിക്ക് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കൊടുത്തത്, സ്വിംഗ് സ്കീങ്ങിലും അതുപോലെ തന്നെ ബഡ്ജറ്റിലും മാർക്കറ്റ് മാഗ്നറ്റിലൊക്കെ. സോ ഇന്നത് 453 വരെ വരികയുണ്ടായ അപ്പർ ഫ്രീസ് ആയിരുന്നു. സോ ബഡ്ജറ്റിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു ടാർഗറ്റ് ബഡ്ജറ്റ് പിക്കിൽ അടിച്ചു എന്നുള്ളത് കൂടി ഉണ്ടെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ, നമ്മുടെ എവർഗ്രീൻ പിക്കാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ, കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ നിഫ്റ്റി കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും. നിഫ്റ്റി ഇന്ന് ഏറ്റവും കൂടുതൽ നയിച്ചിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് തന്നെയാണ്. BEL 29.3 പോയിൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനാണ് നിഫ്റ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. റിലയൻസ്, HDFC ബാങ്ക്, ONGC, എറ്റേണൽ, ബജാജ് ഫിനാൻസ്, ഇൻഡാൽക്കോ പോലുള്ള കമ്പനികളാണ് ഇന്ന് നിഫ്റ്റിയെ ലീഡ് ചെയ്തത്. അതേസമയം നിഫ്റ്റിയെ താഴോട്ട് വലിച്ചതിൽ ഇൻഫോസിസ് ആണ്, ഏഷ്യൻ പെയിൻറ്റ്, മാരുതി. അതായത് പെയിൻറ്റ് കമ്പനികൾക്ക് ഇപ്പോൾ ക്രൂഡിൻ്റെ വില മുന്നോട്ട് പോകുന്നത് ചെറിയ രീതിയിലുള്ള നെഗറ്റീവാണ്. ഏഷ്യൻ പെയിൻറ്റ്സ്, അതുപോലെ തന്നെ മാരുതി. പിന്നെ റിസൾട്ടും ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ അത്രമാത്രം ഒരു സുഖമായിരുന്നില്ല. ഭാരതി എയർടെൽ, ടാറ്റ കൺസ്യൂമർ, സൺഫാർമ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇങ്ങനെയുള്ള കമ്പനികളാണ് നിഫ്റ്റിയിൽ നിന്ന് പിറകോട്ടടിച്ചത്. റിസൾട്ട് പല നല്ല കമ്പനികളുടെ റിസൾട്ടും വന്നിട്ടുണ്ട്. നാളെ ഏകദേശം 144ഓളം കമ്പനികളുടെ റിസൾട്ടുകൾ വരാനുണ്ട്. നാളെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് റിസൾട്ട് ബേസിൽ നാളെ 121 കമ്പനികൾ നാളെ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. 30 ജനുവരിക്ക് 144 കമ്പനിയുടെ റിസൾട്ട് വരാനുണ്ട്. നാളെ വരാവുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ലാർജ് ക്യാപ്പിൽ നിന്നും സ്വിഗ്ഗി, ഡാബർ ഇന്ത്യ, REC, NTPC ഗ്രീൻ, ITC, കോറമണ്ടൽ ഇൻ്റർനാഷണൽ, ടാറ്റ മോട്ടോഴ്സ്, CV, വേദാന്ത, കനറ ബാങ്ക്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, അദാനി പവർ, ടിക്സൺ ടെക്നോളജി, Paytm. അതൊരു മിഡ് ക്യാപ്പ് കമ്പനിയായിട്ടുള്ള ഹഡ്കോ, ഏജിസ് വപാക്, അതുപോലെ തന്നെ കണ്ടെയ്നർ കോർപ്പറേഷൻ, വോൾട്ടാസ്, കോൾഗേറ്റ്, നിപ്പോൺ ലൈഫ് AMC, ജിലെറ്റ്, അപാർ ഇൻഡസ്ട്രീസ്, ബ്ലൂ സ്റ്റാർ, മണപ്പുറം ഫിനാൻസ്, KPIT ടെക്. സ്മോൾ ക്യാപ്പ് കമ്പനികളെ GE ഷിപ്പ്, IEX, IFCI, ഇൻഡിജൻ, സിർമ സിസ്റ്റംസ്, കാർബറണ്ടം യൂണിവേഴ്സൽ, കാപ്രി ഗ്ലോബൽ,
ശാരദ കോർപ്പറേഷൻ, ക്രോപ്പ് കെമിക്കൽ, ഉഷ മാർട്ടിൻ, ടി ഡി പവർ, ദീപക് ഫെർട്ടിൽ, അങ്ങനെ ഒരുപാട് കമ്പനിയുടെ റിസൾട്ടുകൾ നാളെ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ റിസൾട്ടുകൾ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ ജനുവരി 30 ഏകദേശം 144 കമ്പനികളുടെ റിസൾട്ടുകൾ വരാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡ, അംബുജ സിമെൻറ്റ്, മീഷോ, സെയിൽ, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ്, നാൽക്കോ, നെസ്ലെ ഇന്ത്യ, NTPC, ജിൻഡാൽ സ്റ്റീൽ, പവർ ഗ്രിഡ്, ബജാജ് ഓട്ടോ ആണ്. മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള അജന്ത ഫാർമ, മദർസൺ സുമി, LIC ഹൗസിംഗ്, പ്രോക്ടർ ആൻഡ് ഗാംബിൾ, ഏജിസ് ലോജിസ്റ്റിക്സ്, AIA എഞ്ചിനീയറിംഗ്, ഗോഡ്വേ ഫിലിപ്സ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ആഷി ഇന്ത്യ, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, ഡോക്ടർ ലാൽപത് ലാബ്, ടാറ്റ ഇൻവെസ്റ്റ്, ആധാർ ഹൗസിംഗ്, ആസ്റ്റർ DM, ഗ്ലെൻമാർക്ക്. ഇത് ഞാൻ വായിക്കുകയില്ല. അപ്പോൾ ഒരുപാട് കമ്പനികളിൽ നമ്മൾ ഇൻഡെക്സിൽ നോക്കുന്നില്ല എങ്കിലും ഈ ഒരു കമ്പനികളിൽ റിസൾട്ടിൻ്റെ ബേസിൽ മൊമെൻറ്റുകൾ നമുക്ക് കിട്ടിയേക്കാം. അതുകൂടി കണക്കിലാക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ മൊമെൻറ്റം വന്നിരിക്കുന്ന ഡിഫൻസ് സ്റ്റോക്കിലും കാര്യങ്ങളിലും തന്നെയാണ്. സോ ഇന്നത്തെ ഡേ ക്ലോസിംഗ് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അടുത്ത പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 25,150-നും 25,250-നും ഇടയിലുള്ള 100 പോയിൻ്റാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണായിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യാൻ സാധ്യത. പിന്നീട് നമുക്ക് 25,000 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടും, മേജർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് നമുക്ക് 24,850-ന് താഴെ മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ ഈ ഒരു അവസരത്തിൽ. അതേസമയം അപ്പർ സൈഡിൽ 25,400 ടു 25,500 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. നാളെ ബജറ്റിൻ്റെ പോസിറ്റീവ്നെസ്സോ അല്ലെങ്കിൽ ഗ്ലോബൽ ടെന്യൂർ പോസിറ്റീവ് ആകുന്നത് സംബന്ധിൽ 25,500-ന് മുകളിൽ നിഫ്റ്റി ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു 100-150 പോയിൻ്റ് റാലി അവിടെ കിട്ടാൻ സാധ്യതയുള്ളൂ. ഏതായാലും സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവാണ്. ഇതുവരെ ഗ്ലോബൽ പോസിറ്റീവാണ്. FIIs വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ചെറിയ രീതിയിലാണെങ്കിലും അതൊരു സെൻറ്റിമെൻറ്റ്സ് ബൂസ്റ്ററാണ്. അതുപോലെ തന്നെ റിസൾട്ടുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് സ്പെസിഫിക് ആയിട്ടാണ്. എല്ലാ റിസൾട്ടുകളും മാരുതിയുടെ അടക്കം റിസൾട്ടുകൾ അത്ര വലിയ പോസിറ്റീവായിട്ട് തോന്നുന്നില്ല. ഭാരത് ഇലക്ട്രോണിക്സ് BELൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് തോന്നി. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൽ ചില റിസൾട്ടുകൾ മാത്രം നമുക്കൊന്ന് പെട്ടെന്ന് പരിശോധിക്കാം. അതിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് നാളെ പ്രധാനമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ചില സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. അതിലൊന്ന് ഈ പറയുന്ന ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൻ്റെയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 74% വർധനമാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 11%, അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ 74% വർധനവുമാണ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിരിക്കുന്നത്. സെയിൽസിൽ ഇയർ ഓൺ ഇയറിൽ 49%, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 13% ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിങ്ങിൽ വന്നിട്ടുണ്ട്. മാർജിനും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. 5.94 ഉണ്ടായിരുന്ന മാർജിൻ ഇപ്പോൾ 9.07% ഉയർന്നിട്ടുണ്ട്. ഇബിറ്റയിലും 128% വർധനവ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഗ്ലാൻഡ് ഫാർമയിൽ വലിയ രീതിയിലുള്ള റിസൾട്ട് വന്നിട്ടില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നെറ്റ് പ്രോഫിറ്റ് 18% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ. അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 35% നേട്ടം വന്നിട്ടുണ്ട്. റവന്യൂ 18% ഇയർ ഓൺ ഇയറിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കൂടിയിരിക്കുന്നു. അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 21% വർധനവ് കാണിക്കുന്നുണ്ട്. ഇബിറ്റ മാർജിൻ 20.69% ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞ് 13.85% സോ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഭാഗത്ത് നിന്നും 3 രൂപ 50 പൈസയുടെ ഡിവിഡൻറ്റും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൊമാനി സെറാമിക്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 94% വർധനമാണ് സൊമാനി സെറാമിക്സ് കാണിച്ചിരിക്കുന്നത്. റവന്യൂ ഏകദേശം 6% വർധനവുണ്ട്. ഇബിറ്റയിൽ 16%, മാർജിൻ 8.29% നിന്ന് ഉയർന്ന് 9.09% വന്നിരിക്കുന്നു. മഹാരാഷ്ട്ര സീംലെസ് ആണ്. ഏകദേശം പ്രോഫിറ്റിൽ 31% വർധനവ് കാണിച്ചിട്ടുണ്ട്. റവന്യൂവിൽ 23% കുറവാണ് വന്നിരിക്കുന്നത്. ഇബിറ്റ 46% കുറവ്. അതുപോലെ തന്നെ മാർജിൻ 19.86% നിന്നും കുറഞ്ഞ് 13.97% കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ള ഇൻഡെക്സുകളിൽ മാത്രമാണ് പോസിറ്റീവ് വന്നിരിക്കുന്നത്. അതേസമയം BELൻ്റെ റിസൾട്ടൊക്കെ വളരെ പോസിറ്റീവായിരുന്നു. ഭാരത് ഇലക്ട്രോണിക്സ് BELൻ്റെ റിസൾട്ടിൽ റിസൾട്ട് വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ വി-ഗാർഡിൻ്റെ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റിൽ 5% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂ 11% കൂടിയിട്ടുണ്ട്. ഇബിറ്റ 18% കൂടുതലായിട്ടുണ്ട്. മാർജിൻ 8.2 നിന്നും 8.8 കൂടിയിട്ടുണ്ട്. സോ ഞാൻ പറയുന്നത് റിസൾട്ടുകൾ സ്പെസിഫിക് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കൗണ്ടറുകളിൽ ബൈങ് വരാൻ സാധ്യതയുണ്ട്. അതേസമയം യൂറോപ്യൻ ഡീലുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ പറയണമെന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ചില കമ്പനികളുടെ റവന്യൂ മാത്രമാണ് നമുക്ക് വലിയ രീതിയിൽ മാറ്റമൊന്നുമില്ല എങ്കിലും ചില കമ്പനികൾ, അതായത് അതിലൊന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഗോകുൽദാസ് എക്സ്പോർട്സ് ആണ്. ഗോകുൽദാസ് എക്സ്പോർട്സിൻ്റെ റവന്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം 18 മുതൽ 20% വരെ വരുന്ന റവന്യൂ യൂറോപ്യൻ റവന്യൂ ആണ്.
ഇവർ ഇന്ത്യൻ അപ്പാരൽ മാനുഫാക്ചറും അതുപോലെ തന്നെ എക്സ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്നൊരു കമ്പനിയാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഇത് വൈഡ് റേഞ്ച് ഓഫ് ക്ലോത്തിങ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫാഷൻ വെയറുകളും അതുപോലെ തന്നെ ഔട്ട് വെയർ, ബോട്ടം വെയറുകൾ, സ്പോർട്സ് വെയറുകൾ, കാഷ്വൽ വെയർസ് ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. സോ കഴിഞ്ഞ ഒരു അവരുടെ റവന്യൂ അനാലിസിസ് നടത്തുന്ന സമയത്ത് 18 മുതൽ 19% സെയിൽസാണ് ഇപ്പോൾ ഇവർ യൂറോപ്പിൽ നിന്നും വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ റവന്യൂ 9 മുതൽ 12% വരെയാണ് ഇവരുടെ പ്രൊഡക്റ്റുകൾക്കുള്ള റവന്യൂ മീൻസ് ടാക്സ് യൂറോപ്പിൽ അടിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ 0 ആയിട്ട് മാറും. സോ ഒരു ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഗോകുൽദാസ് എക്സ്പോർട്സ് ആണ്. സോ ഇതൊരു ബ്ലൈൻഡ് ബൈ അല്ല, കാരണം ഈ ഒരു ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കമൻസ് വന്നിരിക്കുന്നത് എന്താണ് യൂറോപ്യൻ ഡീലുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഞാൻ പറഞ്ഞത്. കൂടുതൽ അനാലിസിസുകൾ നടന്നു വരുന്നേ ഉള്ളൂ. സോ ഗോകുൽദാസ് എക്സ്പോർട്ട് ഒരു ബെനിഫിഷ്യറി ആവാൻ സാധ്യതയുണ്ട്. അതുതന്നെ നമ്മുടെ ബജറ്റ് പീക്കായിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സ് നല്ല രീതിയിലുള്ള റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അഡ്വൈസറി സർവീസുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റ് എന്ന ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഫിഗർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുവഴിയൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും കൂടുതലൊക്കെ വരികയാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അഡ്വൈസറി സർവീസുകൾ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ സർവീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. സോ ഇന്ന് മറ്റൊരു സ്റ്റോക്ക് ഞാൻ പറയാൻ പോകുന്നത്, അതുപോലെ ഇന്ന് സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഓഹരി, നമുക്ക് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിഫൻസ് എല്ലാവരുടെയും ഫോക്കസിലുണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് ഫോക്കസിലുണ്ട്. നമ്മൾ ഇന്നൊരു പുതിയൊരു ബഡ്ജറ്റ് പിക്ക് അനൗൺസ് ചെയ്യാൻ നാളെ രാവിലെയും ഇന്നൊക്കെ ആയിട്ട് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. സോ ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെൻ്റ് ഒരു സെഗ്മെൻറ്റാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള FIIസിൻ്റെ ടാക്സ് കൺസെഷനോ മറ്റോ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന് കൊടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ക്യാപിറ്റൽ മാർക്കറ്റ്, ഇന്ത്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു തീമിൻ്റെ ഒരു പ്രോക്സി പ്ലെയർ എന്ന രീതിയിൽ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എനിക്ക് തോന്നുന്നു 2820 രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു ഇന്ത്യയുടെ പ്രോക്സി പ്ലെയർ എന്ന നിലയിൽ നമുക്കിതിനെ ഒരു 3000-3100 ടാർഗറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള കമ്പനിയാണ്. ഞാൻ 2 ആഴ്ച മുമ്പ് നമ്മുടെ വീക്ക്ലി പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു ഓഹരിയായിരുന്നു അബൌട്ട് ഇന്ത്യ. ഫാർമ സെക്ടറിൽ നിന്നും വളരെ ക്വാളിറ്റിയുള്ള ക്ലീൻ ബാലൻസ് ഷീറ്റ് വാല്യുവേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാലും പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലും വലിയ രീതിയിൽ പെയിൻ സംഭവിക്കാത്ത കമ്പനികളാണ് ഞാൻ പറയുന്നത്. BSEയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാം. ഇപ്പോൾ തന്നെ ഏകദേശം 20 കോടി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റേഴ്സ് ഉള്ള ഒരു എക്സ്ചേഞ്ചാണ്. ട്രേഡിംഗ് അതുപോലെ തന്നെ 15% ഇന്ത്യയുടെ ഡെപ്പോസിറ്ററി CDSL ഹോൾഡ് ചെയ്യുന്നു. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം 28,400 കോടി രൂപ. Q3 നമ്പേഴ്സ് ജനുവരി 31 CDSL പറയുന്നത്. അതുപോലെ തന്നെ ഫെബ്രുവരിയിലാണ് ഇവരുടെ ഫസ്റ്റ് വീക്കിലാണ് BSEയുടെ റിസൾട്ട് വരുന്നത്. 4.85% ഗവൺമെൻറ് പ്രൊമോട്ടഡ് ONDC ആണ്. അതുപോലെ തന്നെ 7% ഇന്ത്യയിലെ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്ചേഞ്ചിന് വലിയ രീതിയിലുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം 1.11 ലക്ഷം കോടി രൂപയാണ്. 2027 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏർണിംഗ് പെർ ഷെയർ 72 രൂപയാണ്. ഇപ്പോഴത്തെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ഏകദേശം 37 PE-യിലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻഎക്സ്പെൻസീവ് വാല്യുവേഷനാണ്. കാരണം 2 പ്ലെയേഴ്സ് മാത്രമേ ഉള്ളൂ, NSEയും BSEയും മാത്രമേ ഉള്ളൂ. 36% റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ള ഒരു ഹൈ ഗ്രോത്ത് കമ്പനിയാണിത്. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പെയറായിട്ട് നോക്കാം, നമുക്ക് MCX കമ്പയർ ചെയ്യാം. മറ്റുള്ള സൈസ് നോക്കുകയാണെങ്കിൽ 1500 കോടി രൂപയുടെ ടോപ്പ് ലൈൻ മാത്രമേ ഉള്ളൂ. അവർ തന്നെ MCX തന്നെ ഏകദേശം ഒരു PE മൾട്ടിപ്പിൾസ് 70 ട്രേഡ് ചെയ്യുന്നത്. സോ നെറ്റ് മാർജിൻ ഏകദേശം സിമിലറാണ്. 34% റിട്ടേൺ ഓൺ ഇക്വിറ്റി മാത്രമാണ് ആണുള്ളത്. BSEയുടെ മറ്റ് വെർട്ടിക്കൽസ് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി, അതായത് മ്യൂച്വൽ ഫണ്ട്സ് ഡിസ്ട്രിബ്യൂഷനും ഡെപ്പോസിറ്ററീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടേം ഗ്രോത്ത് വളരെ പോസിറ്റീവാണ്. സോ ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ്, അതാണെന്ന് പറയുക, ഇൻഡസ്ട്രിയുടെ ഒരു പെനിട്രേഷൻ വളരെ സ്ട്രോങ് ആണ്, ഫണ്ടമെൻറ്റൽസ് സ്ട്രോങ് ആണ്. സോ എനിക്ക് തോന്നുന്നു 2800 അല്ലെങ്കിൽ 700 നിലവാരത്തിലൊക്കെ BSE കറക്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ എല്ലാവരും പോകുന്നൊരു തീം ഇപ്പോൾ ഡിഫൻസും ക്യാപിറ്റൽ ഗുഡ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുപോലുള്ള ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ BSEയിലുമൊക്കെ ആയിട്ടൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യത ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിലും BSE നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി കൂടിയാണ്. സോ എനിക്ക് തോന്നുന്നു BSE നമുക്കൊരു കൺസിഡർ ചെയ്യാവുന്നതാണ്. ഒരു 3 to 6 months ടാർഗറ്റ് വെച്ചുകൊണ്ട് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു സ്റ്റോക്കായിരുന്നു.
3000 to 3200 ടാർഗറ്റ് നമുക്ക് കണ്ടുകൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു കമ്പനിയായിട്ടാണ് BSE തോന്നുന്നത്. മൊമെൻറ്റം പിക്കപ്പ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കലി എനിക്ക് തോന്നുന്നു പോസിറ്റീവായിട്ടാണ് ഉള്ളത്. സോ BSE 2800 850 ഈവൻ ഫസ്റ്റ് ബൈ നമുക്ക് വേണമെങ്കിൽ 2700 ഇനീഷ്യേറ്റ് ചെയ്യാം. ടാർഗറ്റ് 3000 to 3200. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും റിസ്കിന് കൂടി ബന്ധപ്പെട്ടാണ്, പ്രത്യേകിച്ചും വൊളറ്റാലിറ്റിയൊക്കെ കൂടിയിട്ടുള്ള ഒരാഴ്ചയാണിത്. ബജറ്റുണ്ട്, പുതിയ പുതിയ ഇവൻറ്റുകൾ വരുന്നുണ്ട്. നാളെ മറ്റന്നാൾ നമുക്ക് അമേരിക്കയുടെ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം വരാനുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് നാളെ ഡിസിഷൻ വരുന്നുണ്ട്. സോ അതൊക്കെ കണ്ടുകൊണ്ട് വേണം റിസ്ക് കൂടി മനസ്സിലാക്കിയതിന് ശേഷം പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഫണ്ടമെൻ്റൽ സ്റ്റോക്കായിട്ട് വേണം BSEനെ കരുതാൻ, ഒരിക്കലും ട്രേഡിംഗ് സ്റ്റോക്കായിട്ട് നമുക്കിതിനെ പറയാൻ പറ്റില്ല. സോ ഇതാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇവൻറ്റുകൾ ഒരുപാടുണ്ട്, വാർത്തകൾ ഒരുപാട് അനലൈസ് ചെയ്യാനുണ്ട്, റിസൾട്ടുകൾ അനലൈസ് ചെയ്യാനുണ്ട്. നല്ല നല്ല റിസൾട്ടുകൾ നമ്മൾ ഷോർട്സിൻ്റെ രൂപത്തിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇതാണ് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. വൊളറ്റാലിറ്റി കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. നോക്കാം, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. താങ്ക്